നാളെ കാവശ്ശേരി പൂരം. നാളെ കാവശ്ശേരി പൂരം. പകല് നല്ല വെടിക്കെട്ടുണ്ടാവും, രാത്രിയും വെടിക്കെട്ടുണ്ടാവും. എല്ലാ ആൾക്കാരെയും കാവശ്ശേരിയിലേക്ക് ക്ഷണിക്കുന്നു. പൂരം കഴിഞ്ഞു പോയി. എന്നായിരുന്നു? 3-ാം തീയതി, ഏപ്രിൽ 3. അതിമഹാകാള എന്നാ? വേഗം വേഗം. 22-ാം തീയതി മാർച്ച്. ആറാട്ടുപുഴ എന്നാ? ആറാട്ടുപുഴ ഇന്നലെ അതെ. അമ്മയുടെ ഹാപ്പി അതെ, നിങ്ങക്ക് അന്ത്യ യൂട്യൂബില് അന്ത്യ സകലമാന പൂരങ്ങൾ അറിയാം. ആരാട്ടുപുഴ പൂരം അറിയില്ല അല്ലേ? സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കണം അല്ലേ? നമ്മൾ ആലോചിച്ച് പറയണമെന്നില്ല, നമ്മുടെ ഒന്നും ആലോചിച്ച് വെക്കാൻ പറ്റില്ല. സകലമാന പൂരങ്ങളുടെ ഡേറ്റും അറിയാം അല്ലേ? ഇന്ന് നിങ്ങൾക്ക് അന്ത്യം. അല്ലെങ്കിൽ ഈ കെട്ടിയന്മാരൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? നമ്മുടെ പിറന്നാളൊന്നും നമുക്ക് അവർക്ക് ഓർത്ത് വയ്ക്കാൻ സമയം ഉണ്ടാവില്ല, അത് ഓർത്ത് വയ്ക്കൂല. അവരുടെ പിറന്നാൾ നമ്മൾ ഓർമ്മിപ്പിച്ച്, നമ്മൾ ഓർത്ത് വെച്ച് ഒരു ഗിഫ്റ്റൊക്കെ ഉണ്ടെന്ന് വെച്ച് കൊടുത്താൽ വളരെ സന്തോഷമാണ്. പക്ഷെ നമ്മുടെ പിറന്നാൾ അവർക്ക് ഓർമ്മയുണ്ടാവില്ല. സകലമാന പൂരങ്ങൾ ഓർമ്മയുണ്ട്, ഈ പൂരം മാത്രം ചേർന്ന് ഓർമ്മയില്ല. മുന്നേ ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ, മുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആറാട്ടുപുഴ പൂരത്തിനല്ലേ പിറന്നാളെന്നൊക്കെ. പക്ഷേ ഇന്നലെയൊന്നും ആർക്കും ഓർമ്മയില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പിന്നെ ഏട്ടൻ വാങ്ങിച്ചു തന്ന ഡ്രസ്സൊക്കെ കേട്ടോ, എന്നാണ് ഇടുന്നതിന് മാത്രം. അത് കുറച്ച് മുന്നേ വാങ്ങിച്ചു തന്നിട്ടുള്ളതാണ്, അപ്പോഴാണ് ഇടുന്നതിന് മാത്രം. അപ്പോൾ ഇന്നത് ഇടുമ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നെന്താ ഇടുന്നത്, ഇന്ന് ഈ കളറിലായിട്ടുണ്ടത്, ഇന്ന് പച്ച കളറാണ് ഇടേണ്ടതെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ പുതിയൊരു തുടക്കം, ഒരു വർഷം കൂടി കൂടുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. പക്ഷെ നമ്മുടെ അമ്മമാർക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും കേട്ടോ നമ്മുടെ പിറന്നാൾ എന്നാണെന്ന്. പ്രത്യേകിച്ച് ആദ്യത്തെ കുട്ടി ജനിച്ച ദിവസം. അങ്ങനെ അവർ പിന്നെ കുറേയൊക്കെ കഴിയുമ്പോൾ അവർ മറന്നു പോകും, അത് സ്വാഭാവികം.